ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി രണ്ടും നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം. ഇനി അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ തിരഞ്ഞെടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ആയിരിക്കുകയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ റെസിപ്പി. അപ്പോൾ ഞാനതവിടെ പഴം അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഈ അരച്ചെടുത്ത നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പഴത്തിൻ്റെ മിക്സ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇടിയപ്പത്തിൻ്റെ മാവാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിനെ ഒന്ന് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വറ്റിപ്പോവും. നമ്മളെ മാവ് നല്ലതുപോലെ വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ നെയ്യൊക്കെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ തന്നെ ഇത് കഴിക്കും. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ കട്ടിയായി വരുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിനെ ഇറക്കി നല്ലതുപോലെ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏറ്റവും ചെറിയ ബോൾസാക്കിയാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനവിടെ ഏത്തപ്പഴം എല്ലാം ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 മുറി തേങ്ങയുടെ 2ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഏത്തപ്പഴം ബോൾസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നല്ലതുപോലെ തിളച്ചൊന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മധുരം കുറവാണെങ്കിൽ കുറവ് ചേർത്ത് കൊടുക്കാം, കൂടുതൽ വേണമുള്ളവർക്ക് കൂടുതലൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നല്ലതുപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നല്ലതുപോലെ വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് തിളയ്ക്കാൻ വേണ്ടി നോക്കണ്ട കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിനെ ഇറക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ തയ്യാറായിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഏത്തപ്പഴം കൊണ്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.